സ്റ്റുഡൻസ് അപ്പോൾ കുറച്ച് കുട്ടികളല്ല കുറേയേറെ കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്ലാന്റ് ഫിസിയോളജിയിലെ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്. പ്ലാന്റ് ഫിസിയോളജിയിൽ നമ്മൾ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത്. ട്രാൻസ്പോർട്ടും മിനറൽ ന്യൂട്രീഷനും ഫോട്ടോസിന്തസിസ് റെസ്പിറേഷൻ ആൻഡ് ദെൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൽ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ് അല്ലേ. ഈവൻ ദോ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ആണ് ഈ 2 ചാപ്റ്റേഴ്സും പഠിക്കാൻ. ബട്ട് വാട്ട് അബൌട്ട് ദ അതർ 2 ചാപ്റ്റേഴ്സ്? പ്ലാന്റ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും ഈ മിനറൽ ന്യൂട്രീഷനും ട്രാൻസ്പോർട്ടും അത് പഠിക്കാൻ ശരിക്കും ടഫാണോ? ടഫായതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്? അല്ല, അത് ബോറിംഗ് ആണല്ലേ. ബോറിംഗ് ആയതിനാൽ നമുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരുന്നത് കൊണ്ട് അതിനകത്തെ കോൺസെപ്റ്റ് ഒന്നും പഠിച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ബോറടിക്കാതെ നമുക്ക് ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കാം എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റിക്വസ്റ്റഡ് മീ ലൈക്ക് മാം ടെക്സ്റ്റ് ബുക്ക് വായിക്കൂ ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ. എല്ലാവരും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. ഓക്കെ, ആസ് എ ടീച്ചർ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് ടീച്ചിങ് നമ്മൾ ഫോളോ ചെയ്യാറില്ല. ഞാൻ ഫോളോ ചെയ്യില്ല. ബിക്കോസ് എനിക്കും അത് ബോറിംഗ് ആണ്. നമ്മൾ ഒരുപാട് കോൺസെപ്റ്റ്സ് കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാം ലൈക്ക് PPTs, വീഡിയോസ് അങ്ങനെ നോക്കിയിട്ടാണ് ഒരു കോൺസെപ്റ്റ് ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്കും അല്ലാത്ത മനസ്സിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ടീച്ചറിന് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കുട്ടിക്കും ടീച്ചറിനും കൺവീനിയൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഒരിക്കലും ഈ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് പ്രോസസ്സ് എൻ്റെ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടില്ല. ബിക്കോസ് എനിക്കത് ബോറിംഗ് ആണ്. ബട്ട് ആഫ്റ്റർ വേർഡ്സ് ഒരു കോൺസെപ്റ്റ് ഒരു കുട്ടിയെ പഠിപ്പിച്ചു, അതെങ്ങനെ വേണം പഠിപ്പിക്കുക അല്ലേ. ആ കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് പഠിപ്പിക്കാം. ആഫ്റ്റർ വേർഡ്സ് ടീച്ചേഴ്സ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ടെക്സ്റ്റ് ബുക്ക് വായിക്കൂ. ബിക്കോസ് NCERT ഈസ് സജസ്റ്റിംഗ് യു ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് NCERT പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പോൾ ബയോളജി എത്രമാത്രം വായിക്കാൻ പറ്റുമോ അത്രമാത്രം വായിക്കുക. ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി തലയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആൻഡ് ആഫ്റ്റർ വേർഡ്സ് നിങ്ങൾക്ക് മറ്റ് റെഫറൻസിലേക്ക് പോകാം, ഔട്ട്സൈഡ് റെഫറൻസിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് NCERT പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെങ്കിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കാം എവിടെ വരെ പോകുമെന്നല്ലേ. Okay, have you ever wondered how water reaches the top of tall trees, or for that matter how and why substances move from one cell to another, whether all the substances move in a similar way in the same direction, and whether metabolic energy is required for moving substances? അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളിപ്പം വലിയ മരങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ, വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ അങ്ങ് മണ്ടയ്ക്ക് വരെ സോയിലിൽ നിന്ന് എങ്ങനെയാണ് വാട്ടർ എത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കുറേ സെൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആൻഡ് ഈ സബ്സ്റ്റൻസ് ഒക്കെ ഒരുപോലെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അവരുടെയൊക്കെ ട്രാൻസ്പോർട്ട് ഒരുപോലെയാണോ നടക്കുന്നത്? ഇൻ ദ സെയിം ഡയറക്ഷൻ ഓർ ഇൻ മൾട്ടി ഡയറക്ഷൻ? ആൻഡ് ഇനി മെറ്റബോളിക് എനർജി ഈസ് റിക്വയർഡ് ഫോർ ദിസ് ട്രാൻസ്പോർട്ട്. ഇവിടെയൊക്കെ ട്രാൻസ്പോർട്ടിന് എന്തെങ്കിലും എനർജി ആവശ്യമുണ്ടോ? ആൻഡ് പ്ലാന്റ്സ് നീഡ് ടു മൂവ് സബ്സ്റ്റൻസസ് ഓർ മോളിക്യൂൾസ് വെരി ലോങ് ഡിസ്റ്റൻസസ് മച്ച് മോർ ദാൻ ആനിമൽസ് ടു. They also do not have a circulatory system in place. ഇപ്പോൾ നമ്മൾ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആനിമൽസിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മാക്സിമം ഹൈറ്റ് ഉണ്ട് അല്ലേ, സ്പെസിഫിക് ഹൈറ്റ് ഉണ്ട്. എന്നാൽ പ്ലാന്റ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. ചില മരങ്ങളൊക്കെ മീറ്ററുകളോളം വളർന്നു നിൽക്കുന്നുണ്ട് അല്ലേ. മിക്കവാറും ട്രീസ് എത്രയും വളരാൻ പറ്റുമോ അത്രയും വളരാൻ പറ്റുന്ന ട്രീസ് ഉണ്ട് അല്ലേ. ചില ട്രീസൊക്കെ അവരുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നതാണ്. അപ്പോൾ അവർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആവശ്യമുണ്ട്. ആനിമൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ആവശ്യമുണ്ട് ആനിമൽസിനേക്കാളും. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ ഒരു പ്രോപ്പർ സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല. ലൈക്ക് ഹാർട്ടും ബ്ലഡ് വെസൽസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവരിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് നടത്തുന്നത്? വാട്ടർ ടേക്കൺ അപ്പ് ബൈ ദ റൂട്ട്സ് ഹാസ് ടു റീച്ച് ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അപ് ടു ദ വെരി ടിപ്പ് ഓഫ് ദ ഗ്രോയിങ് സ്റ്റെം. The photosynthesis or food synthesized by the leaves have also to be moved to all parts including the root tips embedded deep inside the soil. അപ്പോൾ നമുക്കറിയാം, കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോയിലിൽ നിന്ന് വാട്ടർ പ്ലാന്റ് അബ്സോർബ് ചെയ്യണം അല്ലേ. വാട്ടറാണ് പ്ലാന്റിൻ്റെ ലൈഫ് സപ്പോർട്ടിങ് എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ. അപ്പോൾ വാട്ടർ എടുക്കുന്ന ആരാണ്? റൂട്ട്സ് ആണ് എടുക്കുന്നത് അല്ലേ. ഈ എടുക്കുന്ന വാട്ടറിനെ അങ്ങ് ടിപ്പ് വരെ എത്തിക്കണം, പ്ലാന്റിൻ്റെ ടിപ്പ് വരെ എത്തിക്കണം.
അത് ഒരു ചലഞ്ച്. മറ്റൊരു ചലഞ്ച് നമുക്കറിയാം, പ്ലാന്റ്സിൽ ഫുഡ് സിന്തസൈസ്ഡ് ആകുന്ന ലീവ്സിലാണ്. അപ്പോൾ ഈ ലീവ്സിൽ നിന്നും പ്ലാന്റിൻ്റെ പല ഭാഗത്തേക്കും ഇൻക്ലൂഡിങ് റൂട്ട്സ് എവിടെ ഇരിക്കുന്നത്? അങ്ങ് സോയിലാണ് അല്ലേ, അങ്ങ് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ വരെ ന്യൂട്രിയൻസിനെ എത്തിക്കേണ്ടതുണ്ട്. സിന്തസൈസ്ഡ് ആകുന്ന ഫുഡിൻ്റെ പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്ടിലും ഇൻക്ലൂഡിങ് റൂട്ട് ടിപ്സിലേക്ക് വരെ എത്തിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു ചലഞ്ച്. അതുപോലെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടും ഉണ്ട് പ്ലാന്റ്സിൽ. ലൈക്ക് സെല്ലിനകത്ത് തന്നെ സബ്സ്റ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാം വിത്തിൻ ദ സെല്ലിനകത്ത്, അല്ലെങ്കിൽ സെല്ലിൻ്റെ മെംബ്രെയിൻ എക്രോസ് ആയിട്ട് സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാം. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് അല്ലേ. അതുപോലെ തന്നെ രണ്ട് സെല്ലുകൾ തമ്മിൽ, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാം. അതുപോലെ വലിയൊരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ, അതേപോലെ മറ്റൊരു ടിഷ്യൂ, ഒരു ടിഷ്യൂവിൽ നിന്ന് മറ്റൊരു ടിഷ്യൂവിലേക്കുള്ള ട്രാൻസ്പോർട്ട്, അതൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ് അല്ലേ. ഓക്കെ, വിത്തിൻ ദ സെല്ല് നടക്കുന്ന ട്രാൻസ്പോർട്ട്, സെല്ലിന് എക്രോസ് ആയിട്ട് നടക്കുന്ന ട്രാൻസ്പോർട്ട്, അതായത് സെൽ മെംബ്രെയിൻ എക്രോസ് ആയിട്ട് നടക്കുന്ന ട്രാൻസ്പോർട്ട്, സെൽ ടു സെൽ ട്രാൻസ്പോർട്ട്, വിത്തിൻ ദ ടിഷ്യൂ, ബിറ്റ്വീൻ ദ ടിഷ്യൂ, എന്താണെങ്കിലും അതൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ്. ടു അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ ട്രാൻസ്പോർട്ട് പ്രോസസ്സസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്, one would have to recollect one's basic knowledge about the structure of the cell and the anatomy of the plant body. അപ്പോൾ ഈ നമുക്ക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം എങ്കിൽ പ്ലാന്റ് സെല്ലിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. പ്ലാന്റ് അനാട്ടമിയെ കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. We also need to revisit our understanding of diffusion besides gaining some knowledge about chemical potential and ions. When we talk about the movement of substances, we need to first define what kind of movement we are talking about. എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള സബ്സ്റ്റൻസസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഓൾസോ വാട്ട് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസ് വി ആർ ലുക്കിംഗ് അറ്റ്. ഓക്കെ, in a flowering plant, the substances that would need to be transported are water, mineral nutrients, organic nutrients and plant growth regulators. Note the points. Okay, അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്? ഒരു നോർമൽ ഫ്ലവറിംഗ് പ്ലാന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? വാട്ടർ അല്ലേ, വാട്ടർ ഉണ്ട്, മിനറൽ ന്യൂട്രിയൻസ് ഉണ്ട്, പിന്നെ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്, ഓർഗാനിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഫുഡ് അല്ലേ, പിന്നെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺസ് ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്? ഒബ്വിയസ്ലി വാട്ടർ, പിന്നെ വാട്ടറിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ പോകും? മിനറൽസും പോകും. പിന്നെ എന്താണ്? ന്യൂട്രിയൻസ് അല്ലേ, ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോർമോൺസും ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഏകദേശം ആനിമൽസിലെ പോലെയൊക്കെ തന്നെ. Over small distances, substances move by diffusion and by cytoplasmic streaming supplemented by active transport. Transport over long distances proceeds through the vascular system like the xylem and phloem and is called translocation. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്, മറ്റത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടൊക്കെ ഡിഫ്യൂഷൻ വഴിയോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയോ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് വഴിയോ നടക്കാം. ഡിഫ്യൂഷൻ നമുക്കറിയാലോ എന്താ, കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തു നിന്നും കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തേക്ക് സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ, കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തേക്ക് എനർജി ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഇനി സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. അത് നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്ന്. ഓക്കെ, ഡിഫ്യൂഷൻ വഴി ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് നടക്കുക. ഏതാണ്? ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് അല്ലേ, അതിന് ഡിഫ്യൂഷൻ ഉപയോഗിക്കും. മോസ്റ്റ് ഓഫ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഒക്കേഴ്സ് ബൈ ഡിഫ്യൂഷൻ. ഓക്കെ, മറ്റേത് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, അത് ഞാൻ പറഞ്ഞുതരാവേ. പിന്നെ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയും ഡിഫ്യൂഷൻ വഴിയും, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിനൊരു മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. സെല്ലിനകത്ത് സൈറ്റോപ്ലാസം ഇല്ലേ, അതൊരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതെപ്പോഴും ഇങ്ങനെ ഒഴുകി നടക്കും സൈറ്റോപ്ലാസം, അതിന് മൂവ്മെൻറ്റ്. അപ്പോൾ ആ മൂവ്മെൻറ്റ് വഴി സെല്ലിനകത്തെ ചില കാര്യങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതുണ്ടല്ലേ, അതിനൊക്കെ അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും സെല്ലിനകത്ത്. ഓക്കെ, ആൻഡ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് സെല്ലിന് പുറത്തേക്കും ചില സബ്സ്റ്റൻസസിന് ഈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് വഴി മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട. സൈറ്റോപ്ലാസം ഇറ്റ്സെൽഫ് ഷോസ് എ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് അല്ലേ, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്നത് പറയും. അപ്പോൾ അതുവഴി കാരണം പ്ലാന്റ്സിൽ വാക്യൂൾസിനാണ് സൈറ്റോപ്ലാസത്തിൻ്റെ സ്ട്രീമിംഗ് ആവശ്യമുള്ളത്, വാക്യൂൾസിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സൈറ്റോപ്ലാസം മൂവ് ചെയ്യുന്നതുകൊണ്ട് സെല്ലിനകത്തുള്ള ചില സാധനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും. സെല്ലിന് പുറത്തേക്കും ചില എക്സ്റ്റെൻറ്റ് വരെ അത് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടൊക്കെ ഇങ്ങനെ നടക്കും. ഡിഫ്യൂഷൻ, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ലൈക്ക് വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട്, മിനറൽസിൻ്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട് ഒക്കെ ആണെങ്കിൽ അത് മറ്റൊരു പ്രോസസ്സിലാണ് നടക്കുന്നത്. അതിനെ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ട്രാൻസ്ലൊക്കേഷൻ, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അത് നടക്കുന്നത് രണ്ട് പ്ലാന്റ് ടിഷ്യൂസിലൂടെയാണ്. ഒന്ന് സൈലം, മറ്റത് ഫ്ലോയം. നമുക്കറിയാം സൈലം ആണെങ്കിൽ അത് വാട്ടറിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഫ്ലോയം ആണെങ്കിൽ അത് ഫുഡ് മോളിക്യൂൾസ്, ന്യൂട്രിയൻസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ട്രാൻസ്പോർട്ടിൻ്റെ ഡിറക്ഷനാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ദാറ്റ് നീഡ്സ് ടു ബി കൺസിഡർഡ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട്. ഇൻ റൂട്ടഡ് പ്ലാന്റ്സ് ട്രാൻസ്പോർട്ടിങ് സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് വാട്ടറും മിനറൽസും ആണ് അല്ലേ. വാട്ടറിനാണ് ട്രാൻസ്പോർട്ട് ചെയ്യുമെങ്കിൽ മിനറൽസും അത് കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇൻ റൂട്ടഡ് പ്ലാന്റ്സ് ട്രാൻസ്പോർട്ടിങ് സൈലം എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വാട്ടറും മിനറൽസും. ദാറ്റ് ഈസ് എസെൻഷ്യലി യൂണിഡിറക്ഷണൽ ഫ്രം റൂട്ട്സ് ടു ദ സ്റ്റെംസ് അല്ലേ. അതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. റൂട്ടഡ് പ്ലാന്റ്സിൽ സൈലത്തിൽ കൂടെയുള്ള സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാട്ടറും മിനറൽസും ആണ്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്പോർട്ട് എപ്പോഴും യൂണിഡിറക്ഷനിലാണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? റൂട്ട്സിൽ നിന്നും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് അല്ലേ, താഴെ നിന്നും മുകളിലേക്ക്, ഒറ്റ ഡിറക്ഷനുള്ളൂ, യൂണിഡിറക്ഷന്. ഓക്കെ, ആൻഡ് ഓർഗാനിക് ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് ഹൗവർ അണ്ടർഗോ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്. അപ്പോൾ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് ഒബ്വിയസ്ലി യൂണി ഡയറക്ഷനാണ് നമ്മൾ കണ്ടു. മൾട്ടി ഡയറക്ഷൻ ആണെങ്കിലോ മെനി ഡയറക്ഷൻസിലേക്ക് ട്രാൻസ്പോർട്ട് നടക്കുകയാണെങ്കിൽ അപ്പോൾ അത് മിക്കവാറും നടക്കുന്നത് ഫ്ലോയത്തിലാണ്. ബിക്കോസ് ഫ്ലോയം ട്രാൻസ്പോർട്ടിങ് ഫുഡ് സിന്തസൈസ്ഡ് ആകുന്ന ലീവ്സിലാണ് അല്ലേ. അപ്പോൾ ലീവ്സിൽ നിന്ന് ഈ ഫുഡ് ടിപ്പ് ഓഫ് ദ പ്ലാന്റ്സിൽ എത്തണം, അതുപോലെ റൂട്ട്സിൽ എത്തണം. അപ്പോൾ മൾട്ടി ഡയറക്ഷനിലല്ലേ. ഓക്കെ, അപ്പോൾ ഫ്ലോയത്തിൻ്റെ ട്രാൻസ്പോർട്ട് എപ്പോഴും മൾട്ടി ഡയറക്ഷനിലാണ്. സൈലത്തിൻ്റെ ട്രാൻസ്പോർട്ട് യൂണി ഡയറക്ഷനിലാണ്. അല്ല, സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് യൂണി ഡയറക്ഷനിലാണ്, ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ എപ്പോഴും മൾട്ടി ഡയറക്ഷനിലുമാണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് organic compounds synthesized in the photosynthetic leaves are exported to all other parts of the plant including storage organs. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓർഗാനിക് മോളിക്യൂൾസ് ലീവ്സിലാണ് സിന്തസൈസ്ഡ് ആകുന്നത്. അവിടെ നിന്ന് അത് മറ്റ് റീജിയൻസിലേക്ക് എത്തേണ്ടതുണ്ട്. മറ്റ് റീജിയൻസിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കപ്പെടാം. ഓക്കെ, അപ്പോൾ പല സ്റ്റോറേജ് ഓർഗൻസും പ്ലാന്റ്സിലുണ്ടാകും. ഫ്രം ദ സ്റ്റോറേജ് ഓർഗൻസ് ദേ ആർ ലേറ്റർ റീ എക്സ്പോർട്ടഡ്. അവിടെ നിന്ന് വീണ്ടും അത് എക്സ്പോർട്ട് ചെയ്യപ്പെടാം. ഓക്കെ, the mineral nutrients are taken up by the roots and transported upwards to the stem, leaves and the growing regions. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. When any plant part undergoes senescence, nutrients may be withdrawn from such regions and moved to the growing parts. ഇപ്പോൾ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഏജ്ഡ് ആകുമെന്ന് വെച്ചു, സെനസെൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, ഏജ്ഡ് ആകുമെന്ന് വെച്ചു. ആ പാർട്ടിൽ നിന്നും ന്യൂട്രിയൻസിനൊക്കെ മറ്റ് ഗ്രോയിങ് പാർട്സിലേക്ക് മാറ്റേണ്ടതുണ്ടല്ലേ, അങ്ങനെ മാറുന്നുമുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺസും എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്ലാന്റ്സിലെ ഹോർമോൺസിനെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയും അല്ലേ. ഹോർമോൺസ് ഓർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആൻഡ് അതർ കെമിക്കൽ സിഗ്നൽസ് ആർ ഓൾസോ ട്രാൻസ്പോർട്ടഡ് ദോ ഇൻ വെരി സ്മോൾ അമൗണ്ട്സ് ആൻഡ് ടൈംസ് ഇൻ എ സ്ട്രിക്ട്ലി പോളറൈസ്ഡ് ഓർ യൂണിഡയറക്ഷണൽ മാനർ ഫ്രം വെയർ ദേ ആർ സിന്തസൈസ്ഡ് ടു അതർ പാർട്സ്. അപ്പോൾ ഹോർമോൺസും അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും കെമിക്കൽ സിഗ്നൽസും ഒക്കെ ഇങ്ങനത്തെ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഹെൻസ് ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ദർ ഇസ് എ കോംപ്ലക്സ് ട്രാഫിക് ഓഫ് കോമ്പൗണ്ട്സ് ബട്ട് പ്രോബബ്ലി വെരി ഓർഡർലി moving in different directions, each organ receiving some substances and giving out some others. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിസ്റ്റം ഉണ്ട് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് കോമ്പൗണ്ട്സ്. അത് ചിലപ്പോൾ യൂണി ഡയറക്ഷനിലാകാം അല്ലെങ്കിൽ മൾട്ടി ഡയറക്ഷനിലാകാം. ഓരോ ഓർഗനിലേക്കും സബ്സ്റ്റൻസസ് റിസീവ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റൻസസ് ഗിവിങ് ഔട്ട് ആകുന്നുണ്ട് അല്ലേ, പുറത്തേക്കും സെൻഡ് ചെയ്യുന്നുണ്ട്, പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. മറ്റ് റീജിയൻസിലേക്കും ഒക്കെ ഓരോ സ്റ്റോറേജ് റീജിയൻസിൽ നിന്നും സബ്സ്റ്റൻസസിനെ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു പാരഗ്രാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരു ടെസ്റ്റ് ക്ലാസ് ആണ്. ബിക്കോസ് ഐ വാണ്ട് ടു ഗെറ്റ് റെസ്പോൺസ് ഫ്രം യുവർ സൈഡ് ഓൾസോ. പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് പ്രൊസീഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള PPTസും വീഡിയോസൊക്കെ വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമൻസ് ഇടാൻ മറക്കരുത്. അടുത്ത സെഷൻസ് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ബൈ.